ഹലോ, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിവിടെ കിച്ചണിൽ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കുകയാണ്. അതിനുശേഷം വാഷ് ബേസിനൊക്കെ നല്ല വൃത്തിയിൽ കഴുകി എടുക്കുന്നുണ്ട്. ഇന്ന് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത് അയിലയാണ്. അത് കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് മീൻ മുറിച്ചത് നല്ല വൃത്തിയിൽ കഴുകിയെടുക്കാം. 2-3 വെള്ളത്തിൽ കഴുകിയെടുക്കണം. മീൻ കഴുകിയതിന് ശേഷം ഉപ്പിട്ട് നന്നായി പെരക്കി വെക്കാം. മീനിന് ഉപ്പ് പിടിക്കാനാണ് മുമ്പേ ഉപ്പിട്ട് വെക്കുന്നത്. അതിനുശേഷം ഒരു പാത്രത്തിൽ പുളി പുതിർത്ത് വെക്കാം. അതിനുശേഷം ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില ഇവയാണ് ഞാൻ കറിക്കായിട്ട് എടുക്കുന്നത്. ഇവയൊക്കെ ചെറുതായി മുറിച്ചെടുക്കുക. ചീനച്ചട്ടി ഗ്യാസിൽ വെച്ച് അതിൽ കുറച്ച് എണ്ണ ഒഴിക്കുക. ഒഴിച്ചതിന് ശേഷം കുറച്ച് ഉലുവ അതിലേക്കിടാം. ഉലുവ കുറച്ച് ഇട്ടതിന് ശേഷം അതിലേക്ക് ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക. ഇവ വഴന്ന് വന്നതിന് ശേഷം കുറച്ച് വെളുത്തുള്ളിയും കൂടി ഞാൻ ചതച്ചിട്ട് ഇതിലേക്ക് ഇടുന്നുണ്ട്. നന്നായി മിക്സാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് തക്കാളി മുറിച്ചത് അതിലേക്ക് ഇടാം. തക്കാളി ഇടുമ്പോഴാണ് ഇതിന് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുന്നത്. അതിനുശേഷം കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായി ഇളക്കിയെടുക്കാം. നന്നായി മിക്സായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇടുന്നുണ്ട്. അതിനുശേഷം കുറച്ച് ചൂടായതിന് ശേഷം കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് നന്നായി മിക്സാക്കി എടുക്കണം. നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ പുതിർത്തി വെച്ച പുളിവെള്ളം കൂടി ഒഴിക്കുക. ആവശ്യത്തിനനുസരിച്ചിട്ട് മാത്രം പുളിവെള്ളം ഒഴിക്കുക. തക്കാളിയിൽ നിന്ന് നല്ല പുളി കിട്ടും. പുളി ഉള്ളത് കൊണ്ട് ആവശ്യത്തിന് മാത്രം പുളിവെള്ളം ഒഴിക്കുക. അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് മുറിച്ച് വെച്ച മീനിട്ട് നന്നായി തിളപ്പിച്ചെടുക്കുക. മീൻ കഷ്ണം നന്നായി ഇതിലേക്ക് യോജിപ്പിച്ച് എടുക്കുക. മീൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഏകദേശം നമ്മൾ കറി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.